ഓക്കെ 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 മോനെ, ബാക്കി കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, പറഞ്ഞു അതുപോലെ ചെയ്തോളണം. ഓക്കെടാ. എന്തായി? ബ്രോക്കറെ പൊക്കി ബ്രോക്കറെ പൊക്കി അകത്താക്കിയിട്ടുണ്ട്. ചെറുക്കനും അവരൊക്കെ വരെ വരണ വണ്ടിക്ക് അത് വേറെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ബ്രോക്കറിന് ഒരു രീതിയിൽ ഇങ്ങോട്ട് വരില്ല, അതിനുള്ള അമ്മ വേണ്ട പോലെ ചെയ്തോളാന്ന് പറഞ്ഞു. പാർട്ടിക്കാരൊക്കെ ഇടപെട്ട് അടിക്കടിയൊക്കെ ആവോ? എൻ്റെ പൊന്നെ, അക്രമം ഞങ്ങളുടെ പാർട്ടിയുടെ നയമല്ല. ഇതിപ്പോൾ ഒന്നുമില്ല, അയാളെ കയറ്റി 2 സ്മോളൊക്കെ അടുപ്പിച്ച് കഥയൊക്കെ പറഞ്ഞ് ഇരുത്തി അടിച്ച് അവനെ ഫിറ്റാക്കി ഓഫാക്കുക. ഈ ഏരിയയിലോട്ട് വരൂല, അത്രേ ഉള്ളൂ. എന്തായാലും ഇന്നത്തെ പെണ്ണുകാണിൽ നടക്കരുത്, ഞങ്ങൾക്ക് അത്രേ ഉള്ളൂ. അതൊന്നും നടക്കൂല. പിന്നെ ഞാനും അളിയനും കൂടെ ഇനിയിപ്പോൾ ഏറ്റു കഴിഞ്ഞാൽ അതിൻ്റെ രീതിക്ക് ഞങ്ങളത് ചെയ്തോളാം. ഞാനും എൻ്റെ അളിയനും കൂടെ ഇപ്പോൾ ഒരുമിച്ചാണ് ഞങ്ങളിത് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പം അതിന് വേണ്ടതുപോലെ ചെയ്യാൻ ഞങ്ങൾക്കറിയാം. കേട്ടല്ലോ? അതുപോലെ ഞങ്ങൾ അമ്മാവനല്ലേ ഇടി, എൻ്റെ വിഷമം കണ്ട എന്ത് ചെയ്യാൻ പറ്റും പാവത്തിന്. ഇനി അതിനെ കെട്ടിക്കാതെ. അല്ല, അപ്പം ബ്രോക്കറും ചെറുക്കനും വേറെ ആണോ വരുന്നത്? അവർ ഒരുമിച്ച് കണ്ടുമുട്ടി വരായിരുന്നതാണ്. ഞങ്ങൾ രണ്ടുപേരും 2 വഴിക്കാക്കി 2 പാത്രമാക്കി 2 റൂട്ടാക്കി അടിച്ച് പിരിച്ച് വിട്ടിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വരില്ല. തുടങ്ങി. എൻ്റെ ക്ലീറ്റ് ഒന്നുമില്ല, തോന്നല്. പിന്നെ എൻ്റെ ഉള്ളിനകത്ത് കിടക്കണം. എന്താണ് നിനക്ക് എങ്ങനെ അറിയാം? എൻ്റെ പാൻറ് ഷർട്ട് അല്ല മുണ്ടും ഷർട്ടും ഒന്ന് തേച്ച് വെച്ചോ. ഞാനൊരു നാരങ്ങ വെള്ളം പിഴിയട്ടെ എന്നാ, കട്ടൻ ചായയില്. ആയിക്കോ. എന്താണാവോ മീൻകറി കൂട്ടിയാലും കുഴപ്പം. ഗിരിജ, നീയൊന്ന് സമാധാനപ്പെട്, ഞാനല്ലേ പറയണ്. ഇല്ല, അവരാരും ഒന്ന് പെണ്ണ് കാണാൻ വരില്ല. അത് വരാണ്ടിരിക്കാനുള്ള പണിയൊക്കെ ക്ലീറ്റസ് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നീ ഒരു പേടിയും പേടിക്കണ്ട. ഞാൻ പിന്നെ ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഞാൻ എവിടെയും പോയിട്ടില്ല. എനിക്ക് സമാധാനം ഉണ്ടോ? പിന്നെ ഈ ആലോചന മുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ രണ്ടാളെ ഒന്നിപ്പിക്കുന്ന കാര്യത്തിൽ എന്ത് തീരുമാനത്തിനും തയ്യാറാന്നാ കനകം പറഞ്ഞേക്കണേ. ഇല്ല, അവർ വരില്ല എന്ന് നീ ടെൻഷൻ അടിക്കണ്ട. രാമേന്ദ്ര ഇപ്പോൾ വിളിച്ചോ? എന്തിനെ? അയാളങ്ങനെ പറഞ്ഞു എന്ന് കരുതി നീ പേടിക്കൊന്നും വേണ്ട, അവരാരും വരില്ല. ഞാൻ നോക്കിക്കോളാം, നീ സമാധാനമായിട്ടിരിക്കും. രാമേന്ദ്ര എടാ, നീ എണീറ്റ് കൂടെ തുണി പിഴിഞ്ഞിങ്ങനെ സൂക്ഷിച്ചെന്നോ? കുട്ടി വിളിച്ചിരുന്നു. രാമേന്ദ്രൻ ഇപ്പം അവളെ വിളിച്ചിരുന്നു അത്ര. ചെക്കനും കൂട്ടരായിട്ട് ഇപ്പോൾ 12 മണിയുടെ ഉള്ളിൽ രാമേന്ദ്രൻ അവിടെ വരുന്നു. രാമേന്ദ്രൻ ഇവിടെ വരാനാ? എടാ നീ ചിരിക്കല്ലടാ. കുട്ടി എന്നോട് ഇപ്പോൾ ഭയങ്കര ദേഷ്യത്തിലാ. ഞാൻ ഇതുവരെ മറുപടി ഒന്നും പറയാത്തോണ്ട് എനിക്കൊരു നിവൃത്തിയില്ല. ഞാൻ ചിലപ്പോൾ അവളുടെ വലിയച്ഛൻ പറഞ്ഞ വാക്ക് കേട്ടിട്ട് കല്യാണത്തിന് സമ്മതിക്കുമെന്നാ പറഞ്ഞു. അത് ചുമ്മാ പറയണത് അമ്മാവ. രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ആളിങ്ങോട്ട് വരൂല. അമ്മാവ ഒരു പരാതി തന്നിട്ടുണ്ടല്ലോ, അതിന് പ്രകാരം അയാളെ പൊക്കി അകത്ത് വയ്ക്കും. ഈ ഏരിയ വരില്ല പുള്ളി. അല്ല, ഇനിയിപ്പോൾ അയാൾ വരണമെന്നില്ലല്ലോ. ഈ ചെറുക്കനും കൂട്ടരും വന്നാലും പ്രശ്നമില്ലേ? അത് വരില്ല. അതിനുള്ള പണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ക്ലീറ്റോ മോന് വിട്ടാരാ? അതിനുള്ള എല്ലാ ഏർപ്പാടും ചെയ്ത് കഴിഞ്ഞ അമ്മാവാ. എന്താ ഇത്? ബ്രോക്കർ ഉണ്ടല്ലോ, ബ്രോക്കർ. അവനിപ്പോൾ തന്നെ ഞങ്ങളെ പിള്ളേർ പൊക്കി ഏതാണ്ട് ഒരു 3/4 ഫിറ്റ് ആയിട്ടുണ്ടാവും ആള്. പിന്നെ എറണാകുളത്ത് നിന്ന് വരുന്നവന്മാരെ ആലപ്പുഴയുള്ള ഞങ്ങളുടെ DDT പാർട്ടിയുടെ പിള്ളേർ അവിടെ ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ട് അമ്മ ഒന്നും കൊണ്ട് പേടിക്കേണ്ട, എല്ലാം പറഞ്ഞതുപോലെ തന്നെ നടക്കും. പിന്നെ അമ്മാവ എല്ലാത്തിനും കൂടെ കുറേ പൈസ ചിലവായിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ ഞാൻ കണക്കൊന്നും പറയണ്ട, എല്ലാം ഞാൻ പിന്നെ അവതരിപ്പിച്ചോളാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്കൊരു സംശയമുള്ളത്, ഇപ്പൊ ചെറുക്കന്റെ കൂട്ടുകാരെയും ചെറുക്കനെയും ക്ലീറ്റോയുടെ പാർട്ടിക്കാര് തടഞ്ഞു, രാമേന്ദ്രൻ ചേട്ടൻ നിങ്ങളും തടഞ്ഞു. പക്ഷെ ഇത് നാളെ ഒരു ദിവസം വരാൻ പാടില്ലായില്ല ഇനി. അല്ല, അപ്പൊ അമ്മാവിന്റെ കാര്യത്തിൽ നമ്മൾ പെട്ടെന്നൊരു തീരുമാനം എടുക്കുമല്ലോ. അതെ, ഇതിപ്പോ ഇന്നത്തെ ഈ ചടങ്ങ് നമ്മൾ കുളമാക്കുമല്ലോ. അതിലൂടെ തന്നെ രാമേന്ദ്ര ശത്രുപക്ഷത്തിന്റെ ഒരു ബലം മനസ്സിലാക്കാൻ പറ്റും. നടന്നാ മതിയായിരുന്നു. എന്റെ അമ്മാവ ടെൻഷൻ പിടിക്കാതിരി. ഇലവീഴ പൂഞ്ചിറ അറബിക്കടലിനുള്ള ആരൊക്കെ ഉള്ളതാണെങ്കിൽ ഗിരിജമായി അമ്മാവനുള്ളത് തന്നെയാണ്. അത് ഉറപ്പിച്ചോ? വാക്കാണ് സത്യം.